ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ കുറച്ച് കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓല കൂടെയാണ് ഞങ്ങൾ ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കേക്കിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായി ഞാൻ 4 വലിയ കോൺമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കാം. കുറച്ചായിട്ട് പൗഡേർഡ് ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ വിനേഗർ ഒഴിക്കാം. പിന്നെ അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഇനി നമ്മൾ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. 1 കപ്പ് മൈദ ഇടുക ഫസ്റ്റ് തന്നെ. പിന്നെ അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. അതിലേക്ക് ഓരോ ടീസ്പൂണായിട്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കാം. നേരത്തെ അരച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്കൊന്ന് ഇട്ട് നമുക്കൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ ആക്കി വെച്ച ടിന്നിലേക്ക് നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. അതിൻ്റെ എയർ ബബിൾസ് പോകാനായിട്ടാണത്. ഇനി നമുക്കിത് 150 ഡിഗ്രിയിൽ 45 മിനിറ്റ് പ്രീ ഹീറ്റഡ് ഓവനിൽ ബേക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മളെ സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിനായി ഇവിടെ ഞങ്ങൾ 3 ലെയറാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ 100 ഗ്രാം മിൽക്ക് കോമ്പൗണ്ടും 2 സ്പൂൺ വിപ്പിംഗ് ക്രീമും നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്പോഞ്ചിലേക്ക് ഷുഗർ സിറപ്പ് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ കേക്ക് ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം കൊണ്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കുകയാണ്. കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ചോക്ലേറ്റിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി അതൊരു ഐസിങ് ബാഗിലേക്കാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.